സൈഡിൽ ഒരാൾ അമ്മ എത്തി നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ സോറി കയ്യിൽ നിന്ന് പോയി. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ മണിക്കുട്ടിയുടെ ഗ്രൂമിംഗ് ആണ്. സംഭവം എന്തിനാണ് ഇവിടെ നടക്കണേന്ന് പോലും അറിഞ്ഞുകൂടാൻ അവൾ ഈ കസേരയിൽ ഇരിക്കുന്നുണ്ട്. അവള് ചുറ്റിനും നോക്കിയപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ കത്രികയും മിഷനൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്തോ കണ്ട് പേടിച്ചിട്ട് അവൾ ഒന്നും മിണ്ടാതെ അങ്ങ് ഇരുന്ന്. അല്ലെ ഇതിന് ആൾക്കാരെ കാണുമ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. അങ്ങനെ പയ്യന്മാർ വന്ന് ആദ്യം ഒരു ടൗലിട്ട് ഇവിടെ മുഖത്തിരിക്കുന്ന അഴുക്കും കാര്യങ്ങളെല്ലാം തുടച്ചിട്ടാ. പിന്നെ ഡ്രിമ്മർ ഇട്ട് വെട്ടി തുടങ്ങിയിട്ട് നമ്മളെ സാധാ ഡ്രിമ്മർ അല്ല ഇത്, ഈ ഡോഗ്സിനും മറ്റു കാര്യങ്ങളുള്ള ഡ്രിമ്മറാണ്. ഞാൻ അവരോട് ചോദിച്ചു ചേട്ടാ നമ്മളെ ഡ്രിമ്മർ അല്ല. ആദ്യമൊക്കെ മണിക്കുട്ടി ഇത്തിരി പളവും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവള് ശാന്തനായി. കാരണം അവർക്ക് മനസ്സിലായി ഇനി എന്തിനു പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ മുടി വെട്ടിയിട്ട് പോകണം അവർക്ക് നന്നായിട്ട് മനസ്സിലായി. ആദ്യം കുറച്ച് മുടിയൊക്കെ വെട്ടിയിട്ട് പിന്നെ ഈ സാധനം വിട്ട് മറ്റേ ഇതിനെന്താ പറയണ്ട ഞാനും പറഞ്ഞു. അതിനിട്ട് അതിന്റെ അകത്തിരുന്ന രോമങ്ങളെല്ലാം കളഞ്ഞിട്ട് പിന്നെ അടുത്ത സെക്ഷൻ ഉണ്ട്. അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ മറ്റേ സ്റ്റീൽ കണക്കിന് ഒരു ചീപ്പിട്ട് ആദ്യം കോതിയൊക്കെ ഇറക്കിയതിന് ശേഷം പിന്നെ ഡ്രിമ്മറിട്ട് പിടിച്ചേട്ടാ. അപ്പൊ ആ പയ്യൻ പറഞ്ഞു ചേട്ടാ ഈ ബേബി ഹെയർ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു നല്ല ഹെയർ ആണ്. അങ്ങനെ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ ഈ ഒരു ഹെയർ പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത അടിപൊളി ഹെയർ വരും എന്ന് പറഞ്ഞു. സാറോ പെട്സ് എന്ന ഇൻസ്റ്റ വഴിയാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടാ. കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞാ എനിക്ക് അങ്ങോട്ട് വരെ ഇപ്പം പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളാണ്. അപ്പൊ അവന്മാർ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല നമ്മൾ അങ്ങോട്ട് വന്ന് പപ്പിയെ സെറ്റ് ആയിക്കൊള്ളാം എന്ന് പറഞ്ഞു. കൊള്ളാം കേട്ടോ, വർക്കൊക്കെ കൊള്ളാം. എന്തായാലും മണിക്കുട്ടി ഇവരുടെ നല്ല കമ്പനിയായി. മണിക്കുട്ടി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം കുറച്ച് പ്രശ്നം കടിയും ബഹളമൊക്കെ കൊണ്ടുവരുന്നത്. പിന്നെ അവളും ഇവന്മാരോട് നല്ല കമ്പനി അവരങ്ങ് ഒത്തുചേർന്ന് പരിപാടിയൊക്കെ പടപട കഴിഞ്ഞാട്ടെ. പിന്നെ എന്തൊക്കെയോ ലോഷനൊക്കെ വെച്ച് എന്തൊക്കെയോ പരിപാടിയിലുണ്ടായിരുന്നു. എനിക്ക് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞോടാ. ഞാൻ ഇവരുടെ നമ്പർ എന്തായാലും താഴെ കൊടുക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ വിളിച്ചാൽ ഇവർ വീട്ടിൽ ഒന്ന് ബാക്കിയെല്ലാം ചെയ്തോളും കേട്ടോ. വർക്കൊക്കെ അടിപൊളിയായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തോ ലാസ്റ്റ് മണിക്കുട്ടിയെ കണ്ടപ്പോൾ പറ്റില്ല അടിച്ച് നെല്ലിക്കാണൊക്കെ ആയിപ്പോ കേട്ടോ. എന്തോ അവളെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും മുടിയൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാം ഇവളിനി എങ്ങനെ ആവുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.